Hello friends, welcome back to SPC Chem Tutor. State Eligibility Test 2021 or Set to 2021 എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിറ്റാമിൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. Previous year questions related to this topic are given in the video number 37. So, vitamins are the substances that are needed to the body for normal growth and development. There are 30 vitamins in our body: vitamin A, vitamin B, vitamin C, vitamin D, vitamin E, and vitamin K. Vitamin B contains vitamin B1, B2, B3, B5, B6, B7, B9 and B12. So 8 vitamins. അതിൽ B4 നമ്മൾ ഈ ബി കോംപ്ലക്സ് പഠിക്കുന്ന സമയത്ത്, അതായത് ബി വിറ്റമിൻസ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B3 വരെയുള്ളൂ, B4 ഇല്ല. ദെൻ B5, B8 ഇല്ല, B9 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 12 ആണ്. B1, B2, B3, B5, B6, B7, B9, B12. The term vitamin is coined by Casimir Funk. Important ആണ്. Then chemical names. Vitamin A, retinol. Vitamin B1, thiamine. Vitamin B2, riboflavin. Vitamin B3, niacin or nicotinic acid. Vitamin B5, pantothenic acid. Vitamin B6, pyridoxine. Vitamin B7, biotin. Vitamin B9, folic acid or folate. Vitamin B12, cyanocobalamin. Vitamin C, ascorbic acid. Vitamin D, calciferol. Vitamin E, tocopherol. Vitamin K, phylloquinone. എന്തായാലും ഈ പേരുകളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോഡ് യൂസ് ചെയ്യാം. കോഡ് യൂസ് ചെയ്യുന്നതൊക്കെയാണ്, പക്ഷേ എന്താണ് നമ്മൾ ഇതിന് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഈ പേരുകളൊന്ന് പറഞ്ഞ് നോക്കണം, എന്നാലേ കോഡ് നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. സോ കോഡ് നമുക്ക് ഇങ്ങനെ, അതായത് ഇത് എല്ലാറ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ടാണ് കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആർക്കെങ്കിലും ഇതിലൊക്കെ നല്ല കോഡുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇത് ഞാൻ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സ് റെത്തറേനി, പാപ്പി, ബിഫോൾസിയ, ആസ്കോ, കൾട്ടോഫിൽ. റെത്തറൈനി, പാപ്പി, ബിഫോൾസ, ആസ്കോ, കൾട്ടോഫി. റെത്തറൈനി, പാപ്പി, ബിഫോൾസ, ആസ്കോ, കാൽട്ടോഫി. സോ ഇത് നമ്മൾ പഠിച്ച് വെക്കുക. പിന്നെ റീ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ B1 ആണ്. ഇത് റെത്തറൈനി, പാപ്പി, ബിഫോൾസ, ആസ്കോ, കാൽട്ടോഫി. അപ്പോൾ അതിന്ന് നമ്മളിങ്ങനെ എഴുതി നോക്കുക. അത് ഞാൻ ആ ഓർഡറിൽ തന്നെ എഴുതിയിട്ടുള്ളത് ABCDEK. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയ്യിലൊന്ന് നോക്കിയാൽ മതി, എന്നിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. Then fat soluble vitamins, vitamin A, D, E and K are the fat soluble vitamins stored by our bodies in the liver or in fatty tissues. Don't need to be ingested as frequently. Can be harmful if too much is taken. So FADAC is the shortcut method to memorize fat soluble method. F means fat, ADAC vitamin A, D vitamin D, vitamin E and vitamin K. Then water soluble vitamins not stored in our body. They must be regular part of our diet in order to avoid deficiency. B and C are water soluble vitamins. We can memorize these by WBC. W water, B vitamin B, C vitamin C. ദെൻ നമുക്ക് ഓരോ വിറ്റമിൻസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞു വെക്കാം. വിറ്റമിൻ എ മറ്റൊരു പേരാണ് റെറ്റിനോൾ. ദീസ് ആർ ഫാറ്റ് സോലുബിൾ വിറ്റമിൻ. ദേ ആർ സ്റ്റോർഡ് ഇൻ ലിവർ. ഫങ്ഷൻസ്, ഇമ്മ്യൂൺ ഫങ്ഷൻസ്. വിഷനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വിഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ വിറ്റമിൻ ഇൻവോൾവ് ആവുന്നുണ്ട്.
ക്രിട്ടിക്കൽ ഫോർ വിഷൻ ആസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറയുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന പിഗ്മെൻ്റാണ് റോഡോപ്സിൻ. അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വൈറ്റമിൻ എ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കാഴ്ചയിൽ വിറ്റമിൻ എ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ വേറൊരു ടേം ഉണ്ട് പ്രോവിറ്റമിൻ എ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് അയക്കാറുണ്ട്. അത് ബീറ്റാ കരോട്ടിനെയാണ് പ്രോവിറ്റമിൻ എ എന്ന് പറയുന്നത്. സോ സ്ട്രെങ്തൻസ് ഇമ്മ്യൂൺ സിസ്റ്റം, കീപ് സ്കിൻ ആൻഡ് ലൈനിങ് ഓഫ് ദ ബോഡി പാർട്ട് ഹെൽത്തി, ആക്റ്റീവ് ഫോം ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ അത് അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ തന്നെയാണുള്ളത്. ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സിറോഫ്താൽമിയ. ഇതിൻ്റെ വിറ്റമിൻ ബിൻ്റെ പ്രിക്കേഴ്സറാണ് ബീറ്റാ കരോട്ടിൻ. സോ സോസ് ക്യാരറ്റ്, സ്പിനാച്ച്, മിൽക്ക്, എഗ്ഗ്, ലിവർ, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ കാണിച്ചിട്ടുള്ളത് ബീറ്റാ കരോട്ടിൻ്റെ സ്ട്രക്ചറാണ്. വിറ്റമിൻ എൻ്റെ സ്ട്രക്ചറാണ്. 1 2 3 4 5 ഡബിൾ ബോൺസ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് ആൽക്കഹോളാണ്, ഓർത്ത് വെക്കുക. ദെൻ ബി വിറ്റമിൻസ്. വിറ്റമിൻ B1 or thiamine. It's a water soluble vitamin. Its structure consists of aminopyridine and a thiazolium ring are linked by a methylene bridge. അമിനോപിരമിഡിൻ റിംഗ് എന്ന് പറയുന്ന സമയത്ത് ആ 2 നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള റിംഗ് ആണ് അമിനോപിരമിഡിൻ റിംഗ്. തൈസോളിയം റിംഗ് എന്ന് പറയുമ്പോൾ സൾഫർ ഉള്ള റിംഗ്. Can also found in pyrophosphate ester forms. Thiamine is required for metabolism including that of glucose, amino acid and lipid. Used to keep muscles and nerves healthy. Vitamin B2 or riboflavin. റൈബോഫ്ലാവിൻ്റെ സ്ട്രക്ചറാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ വാട്ടർ സോലുബിൾ വിറ്റമിൻ, ഹെൽപ്പ് ഇൻ ബോഡി ഗ്രോത്ത്, RBC പ്രൊഡക്ഷൻ, കീപ് ഐസ് ഹെൽത്തി. Reason for light yellow color of milk, helps to processing of carbohydrate. Excess turns urine bright yellow. Releases energy from carbohydrate. So ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം destroyed by exposure of light. ലൈറ്റിൻ്റെ പ്രസൻസിൽ റൈബോഫ്ലാവിൻ എന്താവും, ഡെസ്ട്രോയ് ചെയ്യും. ഇനി നമ്മൾക്ക് വേറൊരു വിറ്റമിൻ പഠിക്കാനുണ്ട്, ഹീറ്റിൻ്റെ അല്ലെ എയറിൻ്റെ പ്രസൻസിൽ ഡെസ്ട്രോയ് ചെയ്യുന്ന ഒരു വിറ്റമിൻ ഉണ്ട്. ഇപ്പോൾ ഇത് ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. Therefore, with riboflavin should be kept in dark or opaque containers. Then vitamin B3 or niacin. It is collectively nicotinic acid and nicotinic amide. സ്ട്രക്ചർ താഴെ തന്നിട്ടുണ്ട്. പിരിഡിൻ കണ്ടെയ്നിങ് ആയിട്ടാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഹെൽപ്സ് ഇൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇറ്റ്സ് കോൾഡ് ആൻറ്റി പെലഗ്ര വിറ്റാമിൻ. അതായത് പെലഗ്ര എന്നുള്ള ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖമാണ് പെലഗ്ര. സോ ആൻറ്റി പെലഗ്ര വിറ്റാമിൻ ആണ് നിയാസിൻ, വിറ്റമിൻ B3. Then vitamin B5 or pantothenic acid, important in the manufacturing of RBCs, maintain healthy digestive system, help in carbohydrate processing. So ഇതിലൊരു amide linkage ഉണ്ട് സ്ട്രക്ചറിൽ. ആൽക്കഹോൾസും ആസിഡും ആണ് ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. വിറ്റമിൻ B6, അതർ നെയിംസ് pyridoxine, pyridoxal, pyridoxamine. Water soluble, help to make RBCs and immune system cells. Helps in brain development and production of brain chemicals. സ്ട്രക്ചർ വിറ്റമിൻ B6ൻ്റെ സ്ട്രക്ചറിൽ ഒരു പിരിഡിൻ ഉണ്ട്. വിറ്റമിൻ B7 or vitamin H or biotin. Strengthen hair and nail. It's found in many cosmetic products for hair and skin. It's a water soluble. It needs to metabolize carbohydrates, fats, amino acids. Deficiency causes hair fall. The cofactor which is responsible for the transfer of CO2 in carboxylase enzyme is the vitamin B7 enzyme or biotin. This is the structure of biotin. Vitamin B9, other names folate, folic acid, folacin, tyroyl glutamic acid. It's a water soluble vitamin needed for pregnant women, early
pregnancy to reduce the risk of birth defect of brain and spine. Important in RBC cell formation, RBC formation, cell growth and functions. Deficiency causes anemia. Then vitamin B12. Vitamin B12 is the only one vitamin with a metal center. ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് വിറ്റമിൻ B12ൻ്റെ സ്ട്രക്ചറാണ്. ഒരു കൊബാൾട്ടാണ് അതിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള മെറ്റൽ. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഈ ഒക്ടാഹെഡ്രൽ കോർഡിനേഷനാണ് ഉള്ളത്. അതിൽ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ്റെ 4 കോർഡിനേഷൻ ഒരു നൈട്രജൻ ആറ്റമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ആ നൈട്രജൻ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കൊബാൾട്ടിൻ്റെ ആ റിങ്ങിനെയാണ് കോറിൻ റിങ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ ഡൈമീഥൈൽ ബെൻസിമിഡസോൾ ഗ്രൂപ്പുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ദെൻ 6th പൊസിഷനാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് CN CH3CO അങ്ങനെ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. CN വരുന്ന സമയത്താണ് സയനോ കൊബാൾഡമീൻ ഓർ വൈറ്റമിൻ B12 നമ്മൾ പറയുന്നത്. It's contain a corin ring. Cobalt is a cobalt containing vitamin ആണ്. It usually contains CN as R group. Cobalt in +3 oxidation state. Adenosyl group is one of the substitution or dimethyl benzimidazole ring. Important for the nervous system. Making of RBCs helps in the production of DNA and RNA. It helps to absorb iron. Man-made B12 is cyanocobalamin. This is the only one vitamin with a metal. Vitamin C or ascorbic acid. It's a mild reducing agent. L-enantiomer is active, or L-enantiomer of ascorbate is active form. D-enantiomer has no any physical significance. Important for healthy immune system. Helps in wound healing. അതായത് മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വിറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരില്ല, ഒരു വിറ്റമിനാണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വിറ്റമിനാണ് വിറ്റമിൻ സി. അത് മെക്കോളം എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ. Celiac plaque disease and scurvy, other deficiency disorders, easily destroyed by excessive heat and water as well as exposure of air. എയറിൻ്റെ എക്സ്പോഷർ മീൻസ് ഹീറ്റിൻ്റെ പ്രസൻസ്, വാട്ടറിൻ്റെ പ്രസൻസിലൊക്കെ വിറ്റമിൻ സി എന്താവും, അത് ഡെസ്ട്രോയ് ചെയ്യും. നേരത്തെ നമ്മൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ പഠിച്ചത് ഏതാണെന്നോ, വിറ്റമിൻ റൈബോഫ്ലാവിൻ. ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നും കൂടി പറയാറുണ്ട് വിറ്റമിൻ സീനെ. ദെൻ ദീസ് ആർ സിന്തസൈസ്ഡ് ഫ്രം ഷുഗർ എന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഇത് സ്ട്രക്ചർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ ആൽഫ ബീറ്റ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ കീറ്റോ ഇനോൾ ടോട്ടോമെറിസം പോസിബിളാണ്. സോ എ വിറ്റമിൻ ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് ആൻ ഡൈഓൾ ഫോം. വിറ്റമിൻ ഡി. ഇറ്റ് ഈസ് ദ ഓൺലി വൺ വിറ്റാമിൻ ദാറ്റ് ഡസ് നോട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ഫുഡ് ഓർ ഡയറ്റ്. ഫുഡിലൂടെ അല്ലെങ്കിൽ ഡയറ്റിലൂടെ എല്ലാം മെയിനായിട്ട് ഈ വിറ്റമിൻ ഡി കിട്ടുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിലൂടെയാണ്, അറിയാലോ. ദെൻ ഹെൽപ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാൽഷ്യം അബ്സോർപ്ഷന് കൂടുതലായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹെൽപ്പ് ഫോർ കാൽഷ്യം അബ്സോർപ്ഷൻ. അതിനെ സൺഷൈൻ വിറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നും ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നും പറയാറുണ്ട്. ദിസ് ഈസ് ദ വിറ്റാമിൻ റെസ്പോൺസിബിൾ ഫോർ DNA സിന്തസിസ്. ദെൻ ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്ന് പറയാൻ കാരണം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ഡിസീസാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. സോ റിക്കറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആയിട്ട് ഈ വിറ്റമിൻ ഡി യൂസ് ചെയ്യുന്ന കാരണം ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് പറയുന്നു. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. വിറ്റമിൻ D3 ഉണ്ട്, വിറ്റമിൻ D2 ഉണ്ട്. വിറ്റമിൻ D3നെ കോളികാൽസിഫറോൾ എന്ന് പറയുന്നു. അത് പ്ലാന്റ് വേർഷനാണ്. എർഗോ കാൽസിഫറോൾ എന്ന് പറയുന്നത് അതിൻ്റെ ആനിമൽ വേർഷനാണ്. Deficiency rickets for babies and osteomalacia in adults.
വിറ്റമിൻ റെസ്പോൺസീവ് DNA സിന്തസിസ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ എർഗോ കാൽസിഫറോളാണ് കൂടുതലായിട്ടും വിറ്റമിൻ DNA സിന്തസിസിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വിറ്റമിൻ എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്തിട്ടുള്ള 2 സ്ട്രക്ചർ വിറ്റമിൻ D2 വിറ്റമിൻ D3യും സ്ട്രക്ചറിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ചെയിനിൽ എന്തില്ല, ഒരു അൺസാച്ചുറേഷനും ഇല്ല, ഒരു മീഥൈൽ ഗ്രൂപ്പിൻ്റെ ആബ്സെൻസ് ആണ് വിറ്റമിൻ D3യിലുള്ളത് കമ്പയർ ടു വിറ്റമിൻ D2. Then vitamin E is alpha tocopherol having deodorant property. It's a hormone, help in reproductive system. Deficiency causes infertility. Present in egg yolk. It's a beauty vitamin, anti-sterility vitamin. Then it source plant oil such as rapeseed, vegetable oil, sunflower, soya, corn, olive oil, nuts, seeds, cereals and cereal products, etc. Then vitamin K, other names phylloquinone, menaquinone, menadione, naphthoquinone. Synthesis of protein involved in the blood coagulation and bone metabolism. അതായത് വിറ്റമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വലിക്കുന്ന വിറ്റമിൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ബ്ലഡ് ക്ലോട്ടിങ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു വിറ്റമിൻ പേര് പറയാം, കൊയാഗുലേഷൻ വിറ്റമിൻ എന്ന് പറഞ്ഞാലും വിറ്റമിൻ കെ തന്നെയാണ്. അപ്പോൾ ഈ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകും. അതാണ് വിറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണം. അതിൻ്റെ സോഴ്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സച്ച് എസ് ബ്രഗോളി ആൻഡ് സ്പിനാച്ച്, വെജിറ്റബിൾ ഓയിൽ, സെറിയൽ ഗ്രെയിൻസ് ഒക്കെയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു കോൺസെപ്റ്റാണ് ഫിനോമിന ഓഫ് ഇൻക്രീസ്ഡ് വിറ്റമിൻ ഇൻ ദ ബോഡി. അതായത് ശരീരത്തിൽ വിറ്റമിൻസിൻ്റെ അളവ് കൂടി വരുന്ന ഒരു ഫിനോമിനയാണ് ഹൈപ്പർ വിറ്റമിനോസിസ് എന്ന് പറയുന്നത്. ദെൻ വിറ്റമിൻ ഡെഫിഷ്യൻസീസ്. വിറ്റമിൻ A, C, D, E, K. ഇതിപ്പോൾ ഡെഫിഷ്യൻസി പഠിക്കാൻ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബി കോംപ്ലക്സ് വിറ്റമിൻ ബിനെ വേറെ ആയിട്ടും ബാക്കിയുള്ള വിറ്റമിൻസിനെ വേറെ സെപ്പറേറ്റ് ആയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ വിറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, വിറ്റമിൻ സി സ്കർവി, വിറ്റമിൻ ഡി റിക്കറ്റ്സ്, വിറ്റമിൻ ഇ സ്റ്റെറിലിറ്റി, വിറ്റമിൻ കെ ഹെമറേജ്. ACDEK അതായത് നമ്മൾ ആ ആൽഫബറ്റിൻ്റെ ഓർഡറിലാണ്. ബി ഇല്ല കേട്ടോ, അതിൻ്റെ ഓർഡർ ബാക്കി ബീനെ ഒഴിവാക്കിയിട്ട് ബാക്കി ആൽഫബറ്റിൻ്റെ ഓർഡറിൽ എഴുതുക. NSRSH എന്ന് പഠിക്കുക. N നൈറ്റ് ബ്ലൈൻഡ്നെസ്, S സ്കർവി, R റിക്കറ്റ്സ്, സ്റ്റെറിലിറ്റി ആൻഡ് ഹെമറേജ്. NSRSH അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡറിൽ എഴുതണം. പിന്നെ NSRSH. Then vitamin B1 beriberi, vitamin B2 cracks in leaves, vitamin B3 pellagra, vitamin B5 pasticea, vitamin B6 microcytic anemia, vitamin B7 hair fall, vitamin B9 macrocytic anemia, vitamin B12 anemia. So ഇതിനൊരു കോഡ് ഉണ്ടാക്കാം നമുക്ക്. ബെറിക്ര പെൽപാർ ആൻമിഹ മാൻ. ഇത് 1-2 പ്രാവശ്യം നമ്മൾ പറയാം. ഇതിനൊക്കെ ഈസി ആയിട്ടുള്ള കോഡ് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ, ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവും. ഇതൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു കോഡുകളാണ്. ബെറിക്ര പെൽപാർ ആൻമി ഹ മാൻ. ബെറി ക്രാക്സ് ഇൻ ലീവ്സ്, പെലാഗ്ര, പാർ പാസ്റ്റീഷ്യ, ആൻഡ് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ, hair fall, and macrocytic anemia, and then anemia. Thanks for watching. Please like, share, comment and subscribe.